വിശ്വംശേഖരിക്കട്ടെ. പ്രിയമുള്ളവരെ, കൃപാസനം ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് 1-2 വീഡിയോകളും ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. കാരണം എന്തായിരിക്കും ഇതിൻ്റെ റെസ്പോൺസ്, എങ്ങനെയായിരിക്കും കമൻറ്റുകൾ വരുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം ഒത്തിരി തെറിവിളികളും ചീത്തവിളികളൊക്കെയാണ് വരാറുള്ളത്. പക്ഷേ ഇതിനു മുമ്പ് ജീസസ് വിഷൻ ചാനലിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം അത് തന്നെയായിരുന്നു. ഈ ചാനലിൽ 1-2 കമൻറ്റ് വന്നിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിങ്ങനെയാണ്: നിനക്കൊന്നും വേറെ പണിയില്ലടേ എന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു തുടർച്ചയായി ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിമർശന വീഡിയോ പോലെ ചെയ്യുമ്പോഴായിരിക്കാം ഒരുപക്ഷെ പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നത്, ഇവനെപ്പോഴും വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ലേ എന്നൊരു ചിന്ത ഒരുപക്ഷെ പലരുടെയും ഹൃദയത്തിൽ തോന്നിയേക്കാം. ഞാൻ ഈ കാര്യത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു കാരണം വ്യക്തമായൊന്ന് സൂചിപ്പിക്കുക. കാരണം ഞാൻ വിശ്വസിക്കുന്ന, ഞാനായിരിക്കുന്ന ഈ സഭയിൽ തന്നെ നിന്നുകൊണ്ട് ചില ശുദ്ധീകരണം ആവശ്യമാണെന്ന ഒരു ചിന്തയാണ് ഇത്തരം വീഡിയോകളിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ഇത് മാത്രമല്ല നമ്മുടെ പണി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി വലിയൊരു കൂട്ടായ്മയായി ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്തും സ്വദേശത്തുമായി നിരവധി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെ ട്രിവാൻഡ്രം തുടങ്ങി കേരളത്തിലുടനീളം, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി ദൈവത്തിൻ്റെ സുവിശേഷം മായമില്ലാതെ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നോ അതനുസരിച്ച് പ്രഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിൻ്റെ തിരക്കുകളിൽ നിന്നും ചുരുക്കമായി കിട്ടുന്ന ചില സമയങ്ങൾ ഇത് അറിയാത്ത ചില വ്യക്തികൾ കൂടി ഉണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് കൃപാസനമാകട്ടെ വിഗ്രഹമാകട്ടെ, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഇതെല്ലാവർക്കും അറിയാലോ എന്ന് കരുതി ഇഗ്നോർ മൈൻഡിൽ അത് മാറ്റി നിർത്തുകയാണ് പതിവ്. പക്ഷേ 1-2 വീഡിയോകൾ യാദർശികമായി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ റെസ്പോൺസ്, അല്ലെങ്കിൽ അതിൽ വന്ന പ്രതികരണങ്ങൾ, ഇത്തരം വീഡിയോകൾ ഇനിയും ചെയ്യണമെന്ന ചില കമൻറ്റുകൾ, അല്ലെങ്കിൽ അതിന് എതിരെ വന്ന ചില സഹോദരങ്ങളുടെ കമൻറ്റുകൾ, അതിൻ്റെ അർത്ഥം അവർക്കതിനെക്കുറിച്ച് വ്യക്തമായി ബോധ്യമില്ല, അവരിപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അന്ധകാരത്തിൽ കഴിയുകയാണെന്നൊരു ചിന്ത എന്നിലുണ്ടായി കഴിഞ്ഞപ്പോൾ തുടർച്ചയായി ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊരു ആശയം ദൈവാത്മാവിൽ ഉണ്ടാവുകയും പലപ്പോഴായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മെസ്സേജ് എടുക്കുമ്പോൾ അവിടെയെല്ലാം കർത്താവ് അത് തുടരാനുള്ള അനേകമായ മെസ്സേജുകൾ നൽകുകയും മറ്റ് സഹോദരങ്ങളിലൂടെയും മെസ്സേജ് നൽകുകയൊക്കെ ചെയ്തതിൻ്റെ ഉപരി ലഭിച്ച ആ ഒരു ബോധ്യമാണ് ഇത്തരം വീഡിയോകൾ ചെയ്യാനായിട്ട് ഇടയായത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കൃപാസനം എന്ന വിഷയമായി നമ്മൾ അവസാനിപ്പിച്ച് നിർത്തിയത് എങ്ങനെയായിരുന്നു? ഒരുപക്ഷെ നിങ്ങൾ പാസ്റ്ററോട്, ഏതെങ്കിലും ഒരു പാസ്റ്ററോടോ ദൈവദാസനോടോ ഒരു അച്ഛനോടോ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും പാപങ്ങളിൽ നിന്ന് വേർപിരിയാൻ, തിന്മകളിൽ നിന്ന് മാറാൻ അദ്ദേഹം പറയുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് മാതാവിനോട് ഉടമ്പടി ചെയ്യാൻ പറയുമ്പോൾ മാതാവ് പറയുന്നു, നീലത്തിരി കത്തിക്കണം, പച്ചത്തിരി കത്തിക്കണം, നിങ്ങൾ ബൈബിൾ വായിക്കണം, നിങ്ങൾ പാപങ്ങളിൽ നിന്ന് വേർതിരിയണം എന്ന് ഒരാശയം വെച്ച് ഞാൻ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ വീഡിയോയിൽ തന്നെ ഇതിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടെ ഇങ്ങനെ ഒരു ചോദ്യം സ്പെസിഫൈ ചെയ്ത് നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ അതിനും കൂടി ഉത്തരം പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് എന്താണ് ക്രിസ്ത്യാനി, ആരാണ് ക്രിസ്ത്യാനി എന്നുള്ളതിനെ കുറിച്ച് കൂടെ നമ്മളത് വിശദമായി ചിന്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, യേശുക്രിസ്തു ചെയ്ത വിശുദ്ധ കുർബാനയാകുന്ന ഉടമ്പടി, ദൈവം നമ്മളോട് ചെയ്ത ഒരു ഉടമ്പടി, നമ്മളെ വിലയ്ക്ക് വാങ്ങി കർത്താവ് നമ്മളോട് ഒരു ഉടമ്പടി ചെയ്തിരിക്കെ ഇനി മനുഷ്യന് ദൈവത്തോടോ മനുഷ്യന് മനുഷ്യനോടോ പാപങ്ങൾക്ക് വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഉടമ്പടി ഇല്ല എന്ന് ആ വീഡിയോയിൽ വ്യക്തമായി ദൈവവചന പ്രകാരം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ കൃപാസനം ഉടമ്പടി പ്രധാനപ്പെട്ട 3 കൂദാശയെ എതിർക്കുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകൾ എന്ന് പറയപ്പെടുന്ന പല കൂദാശകളെയും എതിർത്തുകൊണ്ടാണ് ഇന്ന് ഈ കൃപാസനം ഉടമ്പടി നിലനിൽക്കുന്നത്. അതായത് ഒരു വ്യക്തി കൃപാസനം ഉടമ്പടി ചെയ്യുമ്പോൾ കത്തോലിക്ക സഭയുടെ മാമോദീസ എന്ന കൂദാശയും കുംഭസാരം എന്ന കൂദാശയും കുർബാന എന്ന കൂദാശയും, ഈ 3 കൂദാശകളെയും നിങ്ങൾ അവഹേളിക്കുകയും ഈ 3 കൂദാശകളെയും യോഗ്യമല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും അതിൽ നിന്നും നിങ്ങൾ പുറത്തു പോകുകയുമാണ് ചെയ്തത് എന്ന് ഞാനല്ല പറയുന്നത്, ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ ആധികാരികമായ ഒരു ഗ്രന്ഥം തന്നെയായ CCC ആണ് പറയുന്നത്. അതിൻ്റെ പേജ് നമ്പർ 253 അതിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, പാപങ്ങളുടെ മോചനത്തിന് ഏക മാമോദീസ എന്നൊരു ഹെഡിങ്ങോടുകൂടെ 977 ഖണ്ഡികയിൽ CCC ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്: നമ്മെ ശുദ്ധീകരിച്ച വിശുദ്ധ മാമോദീസ സ്വീകരിച്ച അവസരത്തിൽ നമ്മൾ
വിശ്വാസത്തിന്റെ പ്രഥമ പ്രഖ്യാപനം നടത്തിയപ്പോൾ നാം സ്വീകരിച്ച പാപമോചനം പൂർണ്ണവും സമഗ്രവുമാകുന്നു. അതുകൊണ്ട് നമ്മിൽ മായ്ക്കപ്പെടുവാനുള്ള ഒന്നും അവശേഷിക്കുന്നില്ല. ഉത്ഭവ പാപമോ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത തെറ്റുകളോ ഒന്നും അവശേഷിച്ചിട്ടില്ല. അവയ്ക്ക് പരിഹാരം ചെയ്യാൻ സഹിക്കേണ്ട ഒരു ശിക്ഷയും അവശേഷിക്കുന്നില്ല. അതായത് നമ്മൾ ചെയ്ത പാപങ്ങളോ ഉത്ഭവ പാപമോ എന്തുമാകട്ടെ, ഇതെല്ലാം മാമോദീസായിലൂടെ മാറ്റപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്നത് CCC അതിൻ്റെ ഖണ്ഡിക 978. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, CCC എനിക്കൊരു വെറും പുസ്തകം മാത്രമാണ്, വിശുദ്ധ വേദപുസ്തകമാണ് എന്നെ സംബന്ധിച്ച് ആധികാരികം. എന്നാൽ ഇന്ന് കത്തോലിക്കരെന്ന് അവകാശപ്പെടുകയും ഞങ്ങളാണ് യഥാർത്ഥ സഭയെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അവർക്ക് അവകാശപ്പെടാനുള്ള ഒരു പുസ്തകമാണ് CCC. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്നും ഉദ്ധരിക്കുന്നത്. അതിൽ പറയുകയാണ്, നമ്മെ ശുദ്ധീകരിച്ച വിശുദ്ധ മാമോദീസ നിന്നെ സകല പാപത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. മാത്രമല്ല വീണ്ടും പറയുകയാണ്, ഇനി ഒരു പാപവും അവശേഷിക്കുന്നില്ല. ഉത്ഭവ പാപമോ നീ നിന്റെ ഇഷ്ടത്തിന് നിന്റെ ശരീരം കൊണ്ടോ ജഡം കൊണ്ടോ ചെയ്ത ഏത് പാപത്തെയും മാറ്റാൻ കഴിവുള്ളതാണ് മാമോദീസ. നീ ആ മാമോദീസയ്ക്ക് അർഹനാണ്, അല്ലെങ്കിൽ മാമോദീസ നിന്നിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പാപത്തിനും ഇനി മറ്റൊരു ഉടമ്പടിയോ മറ്റൊന്നുമില്ല എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നത് 978 ഖണ്ഡിക. അടുത്ത വാക്യത്തിൽ വീണ്ടും ഈ പുസ്തകത്തിൽ പറയുകയാണ്, എന്നിരുന്നാലും മാമോദീസായുടെ കൃപാവരം ആരെയും പ്രകൃതിയുടെ ദുർബലതയിൽ നിന്നും മോചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മെ നിരന്തരം തിന്മയിൽ നിന്ന് നയിക്കുന്ന പാപാസക്തിയുടെ പ്രേരണകളോട് നാം പിന്നെയും സമരം ചെയ്യണം. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഒരു സമരമുണ്ട്. അവൻ്റെ ജഡികമായ ചില പ്രേരണകൾക്കെതിരെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു സമരമുണ്ട് എന്ന് വ്യക്തമായി ഇവിടെ CCC പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ അതിൻ്റെ അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഈ പ്രകൃതിയിലെ ഈ തരം മേഖലകളെ നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്, എത്തരത്തിലാണ് യുദ്ധം ചെയ്യുന്നത് എന്നുകൂടെ പഠിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന പുസ്തകം. എന്നാൽ ഈ ഒരു CCC കൊണ്ട് മാത്രം നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ദൈവവചനത്തിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുവൻ മാമോദീസ സ്വീകരിക്കുന്നത് അവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് അവൻ്റെ പഴയ മേഖലകളെല്ലാം മാറ്റി അവൻ പുതിയ വ്യക്തിയായി ഉയർത്തെഴുന്നേൽക്കുന്നു. അത് വ്യക്തമായി റോമാലേഖനത്തിൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. വീണ്ടും ഇനി എന്തെങ്കിലും ജഡികമായി അവൻ്റെ പ്രേരണകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളിൽ അവൻ വീണുപോയാൽ എന്താണ് അവനുള്ള രക്ഷ എന്നുള്ളതിനെ കുറിച്ച് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഏതെങ്കിലും ജഡികമായ പാപങ്ങളിൽ നീ വീണുപോയാൽ നിന്നെ വീണ്ടെടുക്കുന്ന, നിന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു മധ്യസ്ഥൻ ദൈവസന്നിധിയിൽ നമുക്കുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിൽ വ്യക്തമായി നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഈ പറയുന്ന CCCയിൽ അതിൻ്റെ ഖണ്ഡിക 981 നമ്മളോട് പറയുകയാണ്, മാമോദീസ സ്വീകരിച്ചവർക്ക് ദൈവത്തോടും സഭയോടും രമ്യതപ്പെടാൻ കഴിയുന്നത് അനുതാപ കൂദാശ അഥവാ കുംഭസാരത്തിലൂടെയാണ്. അതായത് ഈ പറയുന്ന ഒരു ആത്മീയ സമരം അവനുണ്ട്. അവൻ പാപങ്ങളിൽ നിന്നും വേർതിരിച്ചിരിക്കണം. ഒരു പാപവും അവന് ചെയ്യാൻ പാടില്ല. കുഞ്ഞുമക്കളെ, നിങ്ങൾ ഏതെങ്കിലും പാപത്തിൽ വീണ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു താക്കോലുണ്ടെന്ന് CCC ക്രിസ്ത്യാനികൾക്ക്, കത്തോലിക്കർക്ക് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അതിങ്ങനെയാണ്. ആ താക്കോലിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ താക്കോലാകട്ടെ കുംഭസാരം എന്ന കൂദാശയാണെന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മുടെ മുൻപിൽ പറയുകയാണ്. വീണ്ടും അതിൻ്റെ ഖണ്ഡിക 982 ഇങ്ങനെ പറയുകയാണ്, എത്ര ഗൗരവമുള്ളതായാൽ പോലും സഭയ്ക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റുമില്ല. ഒരുവൻ എത്ര ദുഷ്ടനും കുറ്റക്കാരനുമായിരുന്നാലും അവൻ്റെ മനസ്താപം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ആത്മധൈര്യത്തോടെ പൊറുതി പ്രതീക്ഷിക്കാൻ കഴിയും. പാപത്തിൽ നിന്നും തിരിച്ചു വന്ന് ഏതൊരുവൻ്റെയും മുൻപിൽ തൻ്റെ സഭയിൽ പാപമോചനത്തിൻ്റെ കവാടങ്ങൾ എപ്പോഴും തുറന്നു കിടക്കണമെന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ച ക്രിസ്തു ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സഭയിൽ ഒരു കുമ്പസാരമുണ്ട്, ഒരു കുമ്പസാരം എന്ന കൂദാശയുണ്ട്. അതിനാൽ തന്നെ പാപത്തിനു വേണ്ടി, പാപങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ജഡികമായി നിന്നെ വീഴ്ത്തുന്ന പ്രലോഭനങ്ങൾക്ക് വേണ്ടി നിനക്കൊരു ആത്മീയ സമരമുണ്ട്. പക്ഷേ അതിന് മറ്റൊരു ഉടമ്പടിയില്ല. മറ്റൊരുത്തനിലും നീ ഉടമ്പടി ചെയ്യാൻ പാടില്ല. പകരം
ദൈവവുമായി നീ ഉടമ്പടി ചെയ്തിരിക്കുന്നു. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്. 1 മാമോദീസായിലൂടെ, 2 കുർബാനയിലൂടെ, 3 കുമ്പസാരത്തിലൂടെ നിനക്ക് ഇതിൽ നിന്നും മോചനമുണ്ട് എന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മുടെ മുൻപിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ഇവിടെയുള്ള ചില ക്രിസ്ത്യാനികൾ ഈ വീഡിയോയിൽ താഴെ കന്ന് കമൻറ്റ് ചെയ്യുന്നു, അങ്ങനെയല്ല, കൃപാസനത്തിലെ ഉടമ്പടിയെക്കുറിച്ച് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനൊരു ഉടമ്പടി അത് ശ്രേഷ്ഠമാണ്, ഇങ്ങനൊരു ഉടമ്പടി വേണം, അത് മനുഷ്യരെ പാപത്തിൽ നിന്ന് അകറ്റുന്നു. നിങ്ങളുടെ മുൻപിൽ ഒരു വ്യക്തി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടാൽ ആ വ്യക്തിയോട് നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിച്ച് മാറി നിൽക്കാൻ നിങ്ങൾ പറയില്ലേ, അതേ ഉപദേശം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന അവകാശവുമായി ബഹുമാനപ്പെട്ട VP അച്ഛൻ അദ്ദേഹം പറയുന്നു, അതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്ന്. പക്ഷേ നമ്മൾ ആ ഉടമ്പടി മുഴുവൻ പരിശോധിച്ചാൽ ഒരിക്കലും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, പാപങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള ആത്മീയ സമരത്തിന് വേണ്ടി ഒരു വ്യക്തിയോടും ഉടമ്പടിയില്ല. വിശുദ്ധ കുമ്പസാരം, കുർബാന, മാമോദിസയല്ലാതെ മറ്റൊന്നുമില്ല. ആരെങ്കിലും ഇത്തരം ഒരു ഉടമ്പടിയിലേക്ക് പോകുന്നെങ്കിൽ അവൻ ഈ 3 കുദാശകളിൽ നിന്നും പുറത്താണ് എന്ന് ഇതിനാൽ തന്നെ വ്യക്തമാണ്. വീണ്ടും നമ്മൾ ഈ പറയുന്ന അവരുടെ ഉടമ്പടിയിലെ ചില പത്രിക കൂടി പരിശോധിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ കൂടി ഇത് തന്നെയാണോ ഇവർ ചെയ്യുന്നത് എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിച്ച് പോവുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളവിടെ സ്ക്രീനിൽ കാണുന്നത് ആത്മവിശുദ്ധീകരണ നടപടികൾ എന്നും ആത്മശുദ്ധീകരണ നടപടികൾ എന്നും 2 ഭാഗമായി തിരിച്ച് ഏകദേശം 6 കാര്യങ്ങൾ അടങ്ങുന്ന ചില നിർദ്ദേശങ്ങളാണ് കൃപാസനം അവിടെ നിന്ന് വരുന്ന ഒരു പേപ്പറിൽ നമ്മൾ കാണുന്നത്. ഇതിൽ തന്നെ എൻ്റെ ബലഹീനതയായ മദ്യപാനം, ലഹരി വസ്തു ഉപയോഗം എന്നിവ ഞാൻ വിട്ടുപേക്ഷിക്കുന്നു. എനിക്കൊരു സിസ്റ്റർ കൊണ്ടുവന്നതാണ്. സത്യത്തിൽ അവരതിനകത്ത് ടിക്ക് ചെയ്തിരുന്നു, എങ്കിലും അത് വെട്ടിക്കളയാനുണ്ടായത്. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് മദ്യപാനമോ ലഹരി വസ്തുവോ ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കഴിയാതെ പോയത് കൊണ്ടോ ആയിരിക്കും. എന്തുമാകട്ടെ, ഒരു ക്രിസ്ത്യാനിക്ക് മദ്യപിക്കാൻ പാടില്ല, ലഹരി വസ്തു ഉപയോഗിക്കാൻ പാടില്ല. ഇത് മാതാവിനോട് പോയി ഉടമ്പടി ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്രിസ്ത്യാനിയുടെ യഥാർത്ഥമായ നിയമത്തിൽ ക്രിസ്തു തന്നിരിക്കുന്നതാണ്. ഇനി അതിനുവേണ്ടി മാതാവിനോട് പോയി ഉടമ്പടി ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും പറയുകയാണ്, ഗലാത്തിയ 5:19 പ്രകാരം എൻ്റെ ആത്മാവിന് വിരുദ്ധമായ ജഡിക പാപങ്ങൾ, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഈ സദൃശ്യമായ മറ്റു പ്രവൃത്തികൾ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇത് ഉപേക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് മാമോദീസായിൽ പിശാചിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത് പോയി മാതാവിനോട്, അല്ലെങ്കിൽ മാതാവല്ല അവിടെ ഉള്ളത്, കൃപാസനം ആ പറയുന്ന വിഗ്രഹത്തോട് പോയി ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം, ക്രിസ്തു നമുക്ക് നൽകിയ പ്രബോധനം യോഗ്യമല്ല, യേശു എനിക്ക് വേണ്ടി ചെയ്ത ഉടമ്പടി യോഗ്യമല്ല എന്ന് നമ്മൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് യോഗ്യമല്ലാത്തതുകൊണ്ടാണ് രണ്ടാമതൊരു ഉടമ്പടി ചെയ്യേണ്ടി വരുന്നത്. ഞാൻ മാമോദീസായിൽ ഉടമ്പടി ചെയ്തത് ശ്രേഷ്ഠമാണെങ്കിൽ പിന്നെ ഒരു ചാര വിഗ്രഹത്തോട് പോയി ഉടമ്പടി ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമാണ്. അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗലാത്തിയ 5:19 ഇതിൻ്റെ അടിസ്ഥാനം. ഗലാത്തിയ 5:19 അടിസ്ഥാനമെങ്കിൽ അതിൽ നിൽക്കണം, പകരം ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി ഉടമ്പടി ഇല്ല എന്ന് വ്യക്തം. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം എങ്ങനെയാണ് കാണുന്നത്, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു, ആരോടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന വെറുപ്പിനെ ഞാൻ സ്നേഹമായി മാറ്റി അവരുമായി സഹകരിക്കും. ഇതിൽ നമ്മൾ ടിക്ക് കാണുന്നില്ല. ഒരുപക്ഷെ ഈ പേപ്പർ ഉടമ്പടി എടുത്ത വ്യക്തിക്ക് അത് സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം ടിക്ക് ചെയ്യാത്തതായിരിക്കാം. എനിവേ, ക്രിസ്ത്യാനിക്ക് ഈ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അവൻ്റെ ക്രിസ്തു പഠിപ്പിച്ച മാർഗം ഇതാണ്, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കണം. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ യേശുവിനെ പിൻചൊല്ലിക്കൊണ്ട് സ്തെഫാനോസ് അതേ കാര്യം തന്നെ പറഞ്ഞതായിട്ട് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ സാധിക്കുന്ന അത് തന്നെയാണ്, തന്നെ വേദനിപ്പിച്ചവരെ ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് പോയി ഒരു ചാരവിഗ്രഹത്തോട് ഉടമ്പടി ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും തിന്മയും പരദൂഷണവും സംസാരിക്കുന്നതിൽ നിന്നും ഞാൻ എൻ്റെ നാവിനെ പൂർണ്ണമായി നിയന്ത്രിക്കും. ഇതും ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതാണ്. ഇതിലൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു വിഗ്രഹത്തോടും പോയി ഉടമ്പടി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. വീണ്ടും ആത്മശുദ്ധീകരണ നടപടികളുണ്ട്. അതിലവിടെ പറയുന്നത് എല്ലാ മാസവും കൃപാസന പ്രേക്ഷിത പത്രികകൾ വാങ്ങി വിതരണം ചെയ്യുന്നു. ഇതെനിക്കൊരു രസകരമായ ഒരു സംഭവമാണ്. ഒരു സ്ത്രീ അവിടെ നിന്ന് കൃപാസന ഉടമ്പടിയൊക്കെ ചെയ്ത് പത്രമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ മാനസാന്തരപ്പെടുത്തിയ ഒരു സഹോദരൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില കേസുകളിൽ പെട്ടൊരു വ്യക്തിയാണ്, ചില കൊലപാതക കേസുകളിൽ തന്നെ പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കുറച്ച് റൂഡാണ്, പെട്ടെന്ന് പ്രകോപിക്കുന്ന ഒരു രീതിയാണ്. അദ്ദേഹത്തോട് ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ
കൈയായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവവചനം കണ്ട് വചനത്തിൽ ജീവിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എന്നോട് പറയുണ്ടായി. ഒരു മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോൾ ഒരു സ്ത്രീ കുറേ പത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു, ഇദ്ദേഹത്തിനും കൊടുത്തു. ഇദ്ദേഹം നോക്കി പെട്ടെന്ന് വാങ്ങി. പക്ഷെ കണ്ടപ്പോൾ മനസ്സിലായി കൃപാസനമാണ്. ഇദ്ദേഹത്തിന് അറിയാം ഇത് ശരിയല്ല. ഇദ്ദേഹം അത് ആ കസേരയിൽ വെച്ചു, കൈ കെട്ടി നോക്കിയിരുന്നു. പക്ഷേ ഈ സ്ത്രീ തിരിച്ചു വന്നപ്പോൾ ഈ പത്രം തന്നെ ചുരുട്ടി ഈ വ്യക്തിയെ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് വൃത്തികെട്ടവനാ, നീ എന്ത് മോശക്കാരനാ, ഇത് ദൈവത്തിൻ്റെ വചനമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായി ഈ സഹോദരനോട് പെരുമാറാൻ തുടങ്ങി. ഈ സഹോദരൻ എന്നോട് പറയുക, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ മെട്രോ റെയിൽ നമുക്കറിയാം മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ ആ സഹോദരിയെ എടുത്ത് താഴോട്ട് ഞാൻ എറിഞ്ഞേനെ. എനിക്ക് അത്രത്തോളം ദേഷ്യം വന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ആ സഹോദരിയെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്കൊരു കാര്യം മനസ്സിലായി ബ്രദറെ, ഈ പറയുന്ന കൃപാസനത്തിൽ പോയി പത്രം വാങ്ങിക്കൊണ്ടുവരുന്നതിനൊന്നും ഒരു മാനസാന്തരവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. വെറുതെ അവിടെ പോയി പത്രം വാങ്ങിക്കൊണ്ടുവരുന്നു, ഇങ്ങനെ വിതരണം ചെയ്യുന്നു, എന്തോ ഒരു പ്രവൃത്തി ഇങ്ങനെ ചെയ്യുന്നു, അതിൽ നിന്ന് എന്തൊക്കെയോ ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. എനിക്കത് മനസ്സിലായി. ഞാൻ ആ സഹോദരിയിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നുണ്ടായത്. പ്രിയമുള്ളവർ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിന്തിക്കുക, ഒരു പത്രം കൊണ്ടുവന്ന് കൊടുക്കുക, ഇതാണ് ഇവരുടെ പ്രവൃത്തി. ഒരു പക്ഷേ പെന്തക്കോസ്ത് സഹോദരങ്ങൾ ചില പത്രങ്ങൾ, ചില നോട്ടീസുകൾ കൊണ്ടു കൊടുക്കാറുണ്ട്. ഒരു പക്ഷേ അത് കണ്ടിട്ടായിരിക്കാം ഇവർ ഈ പറയുന്നത്. ഞാൻ എന്നിട്ട് ഇനി നമ്മളിതിനെ വിമർശിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് കരുതി ഞാൻ പല പത്രങ്ങൾ പരിശോധിച്ചു നോക്കി. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അതിൻ്റെ അകത്ത് ഒരു വാക്ക് പോലും ഇല്ല. അവിടെ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, അവിടെ പോയി ഈ പറയുന്ന പത്രം അരച്ച് കലക്കി കുടിച്ചു, സൗഖ്യമുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു കാശുരൂപം കൊണ്ടു കടന്നു, സൗഖ്യമുണ്ടായി. പരീക്ഷ ജയിച്ചു. കേട്ടക്കനൊരു സഹോദരി പരീക്ഷ ജയിച്ചു. 10 പ്രാവശ്യം കണ്ട് എഴുതിയിട്ട് ആ സഹോദരി ജയിച്ചില്ല. ഈ കാശുരൂപം കൊണ്ടുപോയി, കാശുരൂപം കൊണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ഇരുത്തി. അപ്പോൾ ഈ കാശുരൂപം തന്നെ ഇങ്ങനെ ബ്രാക്കറ്റിലെ ക്വസ്റ്റ്യനുകളിലേക്ക് ഇങ്ങനെ ഓടി നടന്നു, അങ്ങനെ വിജയിച്ചു. അതായത് ബ്രാക്കറ്റിൽ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, ഉത്തരങ്ങളുണ്ട്, അതിലേക്ക് ഈ കാശുരൂപം ഈ സഹോദരിയെ നയിച്ചു. ഞാൻ ആലോചിക്കുക, ഈ സഹോദരി കേരള സിലബസ് പഠിപ്പിച്ച് എങ്ങനെ ഇരിക്കും, നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ അബദ്ധമായ ചില മേഖലകളിലൂടെയാണ് ഈ പറയുന്ന പത്രം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഈ പത്രമാണ് ലോകത്തിന് കാഴ്ചവെക്കുന്നത് ആത്മീയ ശുദ്ധീകരണ നടപടികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ കൃപാസനത്തിൽ മരിയൻ കൃപാഭിഷേക തപസ് ധ്യാനത്തിൽ പങ്കെടുത്തു. എന്താണ് ഈ തപസ് ധ്യാനം? എനിക്കറിയില്ല, ഞാനതിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ വിമർശിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം പഠിച്ചിട്ടാണല്ലോ വിമർശിക്കേണ്ടത്. ഇത് വിമർശനമല്ല. എന്തായാലും മരിയൻ കൃപാഭിഷേകം, മാതാവാണോ കൃപ കൊടുക്കുന്നത്, മാതാവാണോ കൃപയ്ക്ക് അഭിഷേകം ചെയ്യുന്നത്? എനിക്കറിയില്ല ഇത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, തുടർന്ന് നമുക്ക് കൂടുതൽ പഠനം നടത്തിയിട്ട് നമുക്ക് പറയാം. ഇനിയിപ്പോൾ അറിയാതെ പറയണ്ടല്ലോ. ഞാൻ അടുത്ത ഒക്ടോബർ വരെ കൃപാസനത്തിൻ്റെ മാസാദ്യ ചൊവ്വാഴ്ച ഉപവാസ ആരാധന പ്രാർത്ഥനയും മുടങ്ങാതെ കൂടും. കൊള്ളാം, നല്ല പരിപാടിയാണ്. എല്ലാ മാസവും ഞായറാഴ്ച ദമ്പതി ധ്യാനം കൂടും. അങ്ങനെയെങ്കിലും ദമ്പതികളുടെ പ്രശ്നങ്ങൾ മാറട്ടെ. ഞാൻ 4-ാം ചൊവ്വാഴ്ച ഉടമ്പടി പ്രാർത്ഥന ധ്യാനത്തിൽ പങ്കെടുക്കും. ഉടമ്പടി ഇല്ലാതെ, ഇനി മറ്റൊരു ഉടമ്പടി ഇല്ലാതിരിക്കെ ഇനി ഏത് ഉടമ്പടി ധ്യാനത്തിലാണ്, ഏത് ഉടമ്പടി പ്രാർത്ഥന ധ്യാനത്തിലാണ് പങ്കെടുക്കേണ്ടത്? അപ്പോൾ അത് പങ്കെടുക്കുന്നത് തന്നെ അതൊരിക്കലും ആത്മശക്തിയല്ല, ആത്മനിർവൃതിയല്ല നടക്കുന്നത്, ആത്മാവിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് പങ്കെടുക്കുന്നത് തന്നെ പാപമായി, തിന്മയായി. മാത്രമല്ല, നമ്മൾ സഭയുടെ പഠനം പഠിച്ചു, 3 കൂദാശകൾക്കെതിരെയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുകൂടെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ആത്മശക്തീകരണ നടപടികളും തെറ്റാണെന്നും ആത്മവിശുദ്ധീകരണ നടപടികൾ ഇവിടെ വിഗ്രഹത്തിന് മുൻപിലല്ല ചെയ്യേണ്ടത്, അത് ക്രിസ്തുവുമായ ഒരു ക്രിസ്ത്യാനി മുന്നമേ ചെയ്തു വച്ചിരിക്കുക. കത്തോലിക്കർ വിശുദ്ധ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം അനുഷ്ഠിക്കണം. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കത്തോലിക്കർ കുമ്പസാരം നടത്തണം, നിന്റെ പാപങ്ങൾ കൂദാശയാകുന്ന കുമ്പസാരത്തിൽ ഏറ്റുപറയണം. അപ്പോൾ തന്നെ ഒരു കത്തോലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങൾ മാറി എന്നാണ് CCC പഠിപ്പിച്ചത്. ഇനി ഞാൻ എന്തുടമ്പടി അവിടെ പോയി ചെയ്യുന്നത്? എന്തുടമ്പടി ചെയ്യുന്നത്? ഞാൻ ഇനി ഇതൊന്നും ചെയ്യില്ല എന്നോ? ഇനി വീണ്ടും പറയുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഒരുവൻ കുർബാന സ്വീകരിക്കുമ്പോൾ അവൻ ഇതൊന്നും ചെയ്യില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ആരോട്? ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്യുകയാണ്. ഞാൻ നിന്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുകയാൽ ഞാൻ ഇനി ഈ പാപത്തിലേക്ക് ഒന്നും പോകില്ല. ഇതാരോട് ഉടമ്പടി ചെയ്ത്? ക്രിസ്തുവിനോട്. എന്നിട്ട് വീണ്ടും കുർബാന സ്വീകരിച്ച്, അതായത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചതിന് ശേഷം പോയി ഉടമ്പടി എടുക്കണം. ആരോട്? വിഗ്രഹത്തോടോ. വിചിന്തനം ഒരൊറ്റ ക്രിസ്ത്യാനിക്കൊന്നും ഇല്ല എന്നുള്ളതാ സത്യം.
അതായത് ചിന്തിക്കാനുള്ള ബോധം, തലച്ചോറ് പണയം വെച്ചിട്ടാണോ നിങ്ങളൊക്കെ കൃപാസനത്തിൽ പോകുന്നത്? ഒരു കത്തോലിക്കനായ വ്യക്തി കുമ്പസാരത്തിന് ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, മനസ്താപ പ്രകരണം, എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. ഇവിടെ തന്നെ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു, ഞാൻ പാപങ്ങളെ വെറുക്കുന്നു എന്ന്. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. ഇനി വീണ്ടും പറയുകയാണ്, അങ്ങയുടെ പ്രസാദവരത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, വിശുദ്ധ കുമ്പസാരത്തിന് ശേഷം പറയുക, ഞാൻ പാപങ്ങളെ ഉപേക്ഷിക്കുന്നു, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വിഗ്രഹത്തിന് മുൻപിൽ പോയി ഉടമ്പടി ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അതെയോ വിശുദ്ധ കുമ്പസാരത്തിന് ശേഷം നിങ്ങൾ ഈ പ്രാർത്ഥന മറന്നുപോയോ? ഓരോ കത്തോലിക്കനും പ്രാർത്ഥിച്ചിരിക്കേണ്ട ഈ പ്രാർത്ഥന മറന്നുകൊണ്ടാണോ കൃപാസനത്തിൽ പോകുന്ന വ്യക്തികൾ മുന്നോട്ട് പോകുന്നത്? അതിൽ തന്നെ വ്യക്തമാ, ക്രിസ്ത്യാനി ഇനി ഒരു കത്തോലിക്കനും പോയി ഈ വിഗ്രഹത്തോട് ഉടമ്പടി ചെയ്യാൻ പാടില്ല. അതിൽ തന്നെ ക്ലിയറാണ്. എന്നാലും ഈ പറയുന്ന വിശ്വാസികൾ പോയി ഈ വിഗ്രഹത്തിന് മുൻപിൽ പോയി ഉടമ്പടി വയ്ക്കും. എനിക്ക് അറിയില്ല ഇതെന്താ ഈ ചെയ്യുന്നതെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ അപേക്ഷയുള്ളൂ, നിങ്ങൾ ഈ ബൈബിൾ ഒന്ന് വായിക്കി. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞത്, ഈ കൃപാസന ഉടമ്പടി തെറ്റാണെന്ന് ബ്രദറെ എനിക്കറിയാം. ഇത് സഭയിലെ പല വിശുദ്ധർക്കും പല പുരോഹിതർക്കും മെത്രാന്മാർക്കും എല്ലാം അറിയാം. ആ സഹോദരി എന്നോട് പറഞ്ഞ വിഷയം ഇതായിരുന്നു. ഞാൻ അണക്കര സ്ഥിരമായിട്ട് ഡൊമിനിക് അച്ഛൻ്റെ പ്രയറിന് ഒന്നാം ശനിയാഴ്ചയോ ഏതൊരു ശനിയാഴ്ച പ്രയറിന് പോകുന്നതാണ്. ആദ്യ ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്ഥിരമായി പ്രയറിന് പോകുന്നതാണ് ബ്രദറെ. അപ്പോൾ അങ്ങനെ ഞാൻ പോകുമ്പോൾ അവിടെ അച്ഛൻ കൃത്യമായി വിളിച്ചു പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഇവിടെ പുറത്തുനിന്ന് കിട്ടുന്ന മറ്റ് സാധനങ്ങൾ, അത് പത്രമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ആത്മവിശുദ്ധീകരണ ഉപകരണങ്ങളോ വസ്തുക്കളോ ആകട്ടെ, ഇവിടേക്ക് പ്രവേശിപ്പിക്കരുത്. കാരണം ഈ സ്ഥലം വിശുദ്ധമാണ്, ഇത് അശുദ്ധമാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ക്രിസ്തുവും വിശുദ്ധ വേദപുസ്തകവും അല്ലാതെ മറ്റൊന്നും അണക്കരയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് എല്ലാ പ്രാർത്ഥനയിലും അച്ഛനോ അവിടെയുള്ള പ്രേക്ഷിതരോ വിളിച്ചു പറയുന്നതാണ് ഈ സഹോദരി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ സഹോദരിയോട് ചോദിച്ചു, ഇത് കൃപാസനം എന്ന് എടുത്തു പറയൂ. ബ്രദർ, അങ്ങനെ എടുത്തു പറയാറില്ല, പക്ഷെ കേൾക്കുന്ന എല്ലാ വ്യക്തിക്കും അത് മനസ്സിലാകും. പത്രമോ മറ്റ് വസ്തുക്കളോ അത് എവിടെ നിന്ന് കൊണ്ടുവരുന്ന ക്രിസ്തീയമായിക്കൊള്ളട്ടെ, ഇതൊന്നും ഇവിടെ പ്രവേശിപ്പിക്കരുത്, ഇതൊന്നും ഇവിടെ വേണ്ട, കാരണം ഇത് വിശുദ്ധമാണ്, ഇവിടെ അശുദ്ധമാക്കാൻ സമ്മതിക്കത്തില്ല. അതായത് ഈ അച്ഛനൊക്കെ അറിയാം, ഇവർക്കെല്ലാം അറിയാം. അച്ഛൻ പണ്ടൊക്കെ സ്ട്രെയിറ്റ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ സഹോദരി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് എന്നാണ്. എനിക്ക് തെളിവുകളൊന്നും വയ്ക്കാനില്ല, വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ സഹോദരി പറഞ്ഞൊരു സാക്ഷ്യം മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പലർക്കും ഇത് അറിയാമെന്നിരിക്കെ അനേകരെ വഴിതെറ്റിക്കുന്ന ഒരു വലിയ ഈ തെറ്റ് എന്തുകൊണ്ട് ഇന്നും സഭയിൽ തുടരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഈ പറയുന്ന അവരുടെ പ്രിന്റഡ് കോപ്പിയിൽ നിന്നും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, ഇത് അനുഷ്ഠിക്കുമ്പോൾ നീലയും പച്ചയും തിരി തന്നെ കത്തിക്കണം, അത് പുറത്തുനിന്ന് പറ്റത്തില്ല, കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കണം. മാത്രമല്ല, ഇത് ഉടമ്പടി സ്ഥാപിക്കണമെങ്കിൽ അവിടെ നിന്ന് ഈ കൗണ്ടറുകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങി പല സ്ഥലത്തും സീലുകൾ ചെയ്ത് കൃത്യമായ സൈനോട് കൂടെ വന്നാൽ ഈ ഉടമ്പടി ആര് സ്വീകരിക്കത്തുള്ളൂ? നമ്മുടെ ചാര വിഗ്രഹം സ്വീകരിക്കത്തുള്ളൂ, അല്ലെ സ്വീകരിക്കത്തില്ല എന്നുള്ളതാണ് അച്ഛൻ ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അത് ഇനി ആരെങ്കിലും സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണ ഒഴിച്ച് ഈ തിരി കത്തിച്ച് അതിനുശേഷം ഈ വിഗ്രഹത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി എടുത്താൽ മാത്രമേ ഇത് ഉടമ്പടി ആകത്തുള്ളൂ. എങ്ങനെ വേണം? ഈ എണ്ണ ഒഴിച്ച് ആ കൃപാസനം അവിടെയുള്ള വിഗ്രഹത്തിന് മുൻപിൽ കത്തിച്ചിരിക്കുന്ന നിലവിളക്ക് കത്തിച്ച് അതിന് മുൻപിൽ മുട്ടുകുത്തി ഈ ഉടമ്പടി സ്വീകരിച്ചാലേ ഇത് സ്വീകാര്യമാകത്തുള്ളൂ. അപ്പോൾ ഇനി ഈ വിളക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒലിവെണ്ണ നേർച്ചയായി നൽകാം. വിളക്കെപ്പോഴും കത്തി നിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരുവാൻ ഇസ്രായേൽക്കാരോട് പറയണം. പുറപ്പാട് പുസ്തകം 27:20. എല്ലാത്തിനും ബൈബിൾ അടിസ്ഥാനമുണ്ട്. പക്ഷേ താഴെ കൊടുത്തിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ തിരുവചനം അനുസരിച്ച് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വരുന്ന ദൈവമക്കൾ പ്രസാദവര മാതാവിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉടമ്പടി വിളക്കിൽ പകരാനുള്ള ഒലിവെണ്ണ നേർച്ചയായി നൽകാവുന്നതാണ്. ഇനി താഴെ NB വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിലവിളക്കിൽ പകരാനുള്ള പരിശുദ്ധമായ ഒലിവെണ്ണ കൃപാസനം സ്റ്റാളിൽ നിന്ന് ലഭ്യമാണ്.
പുറത്തു നിന്നും കൊണ്ടുവരുന്ന കൃത്രിമമായ ഒലിവെണ്ണ നേർച്ചയായി സ്വീകരിക്കുന്നതല്ല. പുറത്ത് എണ്ണ പറ്റത്തില്ല, ഈ കൗണ്ടറിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങണം. ഇത് പണസമ്പാദനത്തിനാണോ മറ്റെന്തെങ്കിലും ആണോ? ഇത് കേൾക്കുന്നവർ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വിചിന്തനം ചെയ്യുക. ഞാനിനി വിമർശിച്ചു എന്നൊരു പേര് വേണ്ട, വിത്ത് പ്രൂഫോടുകൂടെ നിങ്ങൾക്ക് വിചിന്തനത്തിനായി ഞാൻ വിട്ടുതരിക. നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. വീണ്ടും ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. ജോസഫ് അച്ഛൻ തന്നെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൃപാസനം അൾത്താരയിൽ നടന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ അത്ഭുത സംഭവം നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായ അന്വേഷണ പഠനം നടത്തി തിരുസഭാ സമക്ഷം ദൈവഹിതം വെളിവാക്കുന്നതിന് വേണ്ടി ആലപ്പുഴ രൂപത അധ്യക്ഷൻ റവറൻ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ പിതാവിന്, കൃപാസനം ഡയറക്ടർ ഫാദർ VP ജോസഫ് വലിയ വീട്ടിൽ അന്വേഷണ പഠനത്തിന് സഹായകമായ അനുബന്ധ രേഖകളടങ്ങിയ 329 പേജുള്ള അപേക്ഷയോടുകൂടെ ബൈൻഡ് ചെയ്ത പഠനഗ്രന്ഥം 2016 ജൂലൈ 20 വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ ബിഷപ്പ് ഹൗസിൽ വെച്ച് പിതാവിന് സമർപ്പിച്ചു. ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ. അതായത് 2016 സമർപ്പിച്ചു, 17, 18, 19, 20, ഇന്ന് 25. അതായത് ഏകദേശം 8 വർഷത്തിന് ശേഷം 9 വർഷത്തോളമായി ഇന്ന് വരെ സഭ ഔദ്യോഗികമായി കൃപാസനത്തിൽ നടന്നത് ഇത് ദൈവമാതാവാണെന്ന്, പ്രത്യക്ഷപ്പെട്ടത് മാതാവാണെന്നോ യേശുവിൻ്റെ മാതാവാണെന്നോ ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഒരൊറ്റ വരി പോലും ഔദ്യോഗികമായി സഭയിൽ നിന്നും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നമ്മൾ കേരളം മുഴുവൻ അതിൻ്റെ പിന്നാലെ ഓടുന്നു. എന്തിനു വേണ്ടി? എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇനി ഒരു ഉടമ്പടിയില്ല എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. കൂദാശയാകുന്ന മാമോദിസായും വിശുദ്ധ കുർബാനയും കുംഭസാരവും അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് CCC വെളിപ്പെടുത്തുന്നു. വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, മറ്റൊരു ഉടമ്പടിയില്ല. എന്നാലും നമ്മളെല്ലാം, നാട്ടുകാർ മുഴുവൻ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത് ഉടമ്പടി ഇനിയും ഉണ്ടോ, അത് വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു, ഈ പറയുന്ന CCC എന്ത് പറയുന്നു, എന്താണ് അവരുടെ പേപ്പർ തന്നെ, അവരുടെ പുസ്തകം തന്നെ പറയുന്നത്. ഇങ്ങനെ 3 ഘട്ടങ്ങൾ ആയി നമ്മൾ പരിശോധിച്ചു. ഇനി ഒരു ഉടമ്പടി ഇല്ല എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യം ലഭിച്ചു. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വ്യക്തമായി ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം, ഈ ഒരു ഉടമ്പടിയെക്കുറിച്ച് ഒരു പുരോഹിതന്റെ, മറ്റൊരു പുരോഹിതന്റെ ഒരു സാക്ഷ്യം, അത് ഈ പറയുന്ന കൃപാസന നടയിൽ തന്നെ വെച്ചു പറയുന്ന ഒരു സാക്ഷ്യം കൂടെ ഉൾപ്പെടുത്തി എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി സഹോദരൻ, ഒരു കുടുംബത്തിനുണ്ടായ ചില അനുഭവങ്ങൾ കൂടി പങ്കുവെച്ച് അടുത്തൊരു വീഡിയോ ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുവരെ ദൈവം അനുഗ്രഹിക്കട്ടെ.